എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. വിസിബിൾ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനുലാൽ. നമ്മുടെ ഇടയിൽ ചെറിയ രീതിയിൽ ചെറിയ സെറ്റപ്പിൽ ഒക്കെയും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ഉപകാരപ്പെടേണ്ടതിനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അത്തരത്തിൽ റൂമിലോ സ്റ്റുഡിയോയിലോ ഒക്കെ ഇരുന്നുകൊണ്ട് വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരും. ക്യാമറയെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയുടെ ആ ഒരു മുഖത്തേക്ക് വളരെ നല്ല രീതിയിൽ ലൈറ്റിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ കണ്ടൻറ് അല്ലാതെ ഷോർട്ടായിട്ട് ഒരു 10 മിനിറ്റിന് താഴെ വീഡിയോ ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള 2 പ്രോഡക്റ്റ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് പോരായ്മകളുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുട വന്ന പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതൊരു ബ്ലേഡ് വെച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ കുട. ഇത് അതിൽ നിന്ന് എടുക്കാനായിട്ട് ഒരല്പം പാടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന LED ലൈറ്റ്. ഡിജിടെക്കിൻ്റെ LED ലൈറ്റാണിത്. ഇതൊരു ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള LED ലൈറ്റാണ്, വലിയ വിലയുള്ളതൊന്നുമല്ല. അപ്പം കണ്ടില്ലേ, ഈ ഒരു സ്റ്റാൻഡിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിലാണ് സ്വിച്ച്. ഇവിടെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു സ്വിച്ചുണ്ട്. അത് കറക്കുന്നതിനനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ചെയ്യും. കണ്ടില്ലേ, ഇതിപ്പോൾ ഒട്ടും ലൈറ്റ് ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഈ ഒരു LED ലൈറ്റ് എന്ന് പറയുന്നത് ബാറ്ററി ഇട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒന്നാണ്. അത് കാരണം നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് തീരുന്ന മുറയ്ക്ക് ഇത് ഊരി റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്ത് ഈ ഒരു ഡിവൈസ്, ഈ ഒരു LED ലൈറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതല്ല. അധിക നേരം ചാർജ് നിൽക്കുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. ഈ ഒരു LED ലൈറ്റ് ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കുന്നതിനും ഇടയ്ക്ക് വെച്ച് തന്നെ ഈ ഒരു ലൈറ്റ് ഇത് ഓഫായി പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നേരിടേണ്ടതായിട്ട് വരും. ഞാൻ പറയുന്നത് ഈ ഒരു ലൈറ്റിൻ്റെ ബാക്കപ്പ് അത് നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൺട്രോൾഡ് ലെവലിൽ ഇത് വെച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. തീരെ കുറഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് കൂടി പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നാൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമയം ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഇതൊരു ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ തരം പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കാം. അതല്ല, നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക ഡയറക്റ്റ് കറണ്ടിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാത്തക്ക രീതിയിലുള്ള വയേർഡ് ആയിട്ടുള്ള LED ലൈറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ അംബ്രല്ല ഉപയോഗിച്ച് ലൈറ്റിൻ്റെ സോഫ്റ്റ്നെസ് കൂട്ടുന്നത് പോലെ തന്നെ ഈ ഒരു LED ലൈറ്റിൻ്റെ കൂടെ ഒരു മഞ്ഞ ഷെയ്ഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ മുൻഭാഗത്ത് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ഒരു മഞ്ഞ ഒരു രീതിക്കുള്ള ഒരു ലൈറ്റായിട്ട് നമുക്ക് ഇത് കിട്ടും. ഈ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോളുണ്ട്. ആ ഒരു ഹോളിലേക്കാണ് ഞാൻ ഈ ഒരു അംബ്രല്ല കയറ്റി വയ്ക്കുന്നത്. ഇത് പിടിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അപ്പോൾ അവിടെ കുട ഇറക്കി വയ്ക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ കുട ഇരുന്ന് കഴിഞ്ഞു. ഞാനിത് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകം നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. ഇനി ഈ ഒരു ലൈറ്റ് ഞാൻ ഓണാക്കുകയാണ്. ഈ ഒരു LED ലൈറ്റ് ഓണാക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിത് ലോങ് പ്രസ് ചെയ്തു, ഓണായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും മിനിമം ലൈറ്റിലാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു സ്വിച്ച് ഞാൻ അത് കറക്കുകയാണ് മെല്ലെ. അപ്പോൾ അതിൻ്റെ വെട്ടം കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതിപ്പോൾ മാക്സിമം വെട്ടമായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുട വെച്ചതിന് മുൻപ് ഞാനിതിൽ കാണിച്ചിരുന്ന ഈ ഒരു ലൈറ്റിൻ്റെ വെട്ടവും ഈ ഒരു കുട വെച്ചതിന് ശേഷമുള്ള ആ ഒരു വെട്ടത്തിൻ്റെയും ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്രയ്ക്കും ഇത് ഒരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ട് ഈ ഒരു വെട്ടത്തിൽ. ഇനി അത് മെല്ലെ കുറയ്ക്കാം. ഇനി അത് കുറയ്ക്കുന്നതിനനുസരിച്ച് ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് എത്രയുമാണോ വെച്ചാൽ ഒരു നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ലഭിക്കുന്നത് അത്രയും വെച്ച് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്താൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ വീഡിയോ ഫുട്ടേജൊക്കെയും കാണുന്നതാണ്. ഇപ്പോൾ ഞാൻ 2 ലൈറ്റാണ് എൻ്റെ സൈഡിൽ വെച്ചേക്കുന്നത്. അതിലൊന്ന് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ ഈ LED ലൈറ്റാണ്. എൻ്റെ ഈ ഇടതുവശത്ത് വേറൊരു ലൈറ്റ് ഇരിപ്പുണ്ട്. വലതുവശത്തായിട്ടാണ് ഈ LED ഇരിക്കുന്നത്. രണ്ടും എൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഇടതുവശത്തിരിക്കുന്ന ഒരു റിംഗ് ലൈറ്റാണ്. അതിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. ഞാനിപ്പോൾ ഈ ഇടതുവശത്തിരിക്കുന്ന ഈ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കാം.
ഇപ്പോൾ ഈ വെട്ടം കാണുന്നത് ഈ LED ലൈറ്റ് ഞാൻ ഈ പറഞ്ഞ ഈ ഡിഫ്യൂസർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെട്ടമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു വെട്ടത്തിൻ്റെ ഇത് ഞാൻ അല്പം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ കൂട്ടുകയാണെങ്കിൽ വെട്ടം കിട്ടും. ഞാനൊന്ന് കൂട്ടി നോക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ വെട്ടം മാക്സിമത്തിൽ വെച്ചിരിക്കുകയാണ്. ഈ ലൈറ്റ് ഡിഫ്യൂസർ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കാരണമാണ് ഇത്രയെങ്കിലും ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഈ ഡിഫ്യൂസർ എടുത്ത് മാറ്റുകയാണെങ്കിൽ ഭയങ്കര വെട്ടമായിരിക്കും എൻ്റെ മുഖത്തേക്ക് വീഴുന്നത്. ക്യാമറയിൽ ഒരു അല്പനേരം ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കുക. ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ വലിയ രീതിയിൽ ലൈറ്റിങ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. വളരെ വൃത്തികേടാണ് ആ വീഡിയോ കാണാനും. കണ്ണടിച്ച് പോകത്തക്ക രീതിയിലുള്ള ലൈറ്റിംഗ് സെറ്റപ്പാണ്. അപ്പോൾ നമ്മളത് നോക്കി അത്തരം രീതിയിൽ പോകാതെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ലൈറ്റ് മോഡിഫയർ അല്ലെങ്കിൽ ഈ വൈറ്റ് അംബ്രല്ലയുടെ ഒരു ചെറിയ അൺബോക്സിങ്ങും ഓവർവ്യൂവും. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് വാങ്ങി ഉപയോഗിക്കുക. ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോസും മറ്റും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് ഷേപ്പിംഗ് ടൂൾ ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.